Welcome to the 32th lecture on electrodynamics. Today's topic is ambient circuitry law and its applications. And ambient circuitry law is a topic of plus 2 class. Ambient circuitry law is also known as Ampere's law. Ampere's law and its applications. That is the topic of discussion in this lecture. Ambient circuitry law is also known as Ampere's law. It states that the relationship between the current and the magnetic field produced by it. നമുക്കറിയാം ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോയാൽ അത് സമീപത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി പ്രതിപാദിക്കുന്നതാണ് ഒരു കറണ്ടുകാരിയും കണ്ടക്ടർ ലൂപ്പ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന്റെ സമീപത്ത് മാഗ്നറ്റിക് ഫീൽഡ് നിർമ്മിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ലോയാണ് ആംപിയർ സർക്യൂട്ടൽ ലോ അല്ലെങ്കിൽ ആംപിയേഴ്സ് സിംപ്ലി ആംപിയേഴ്സ് ലോ. Ampere's circuitry law is also called Ampere's law. There is another law, Ampere's force law, that we see later. This is Ampere's circuitry law, which we call as Ampere's law. And that gives a relationship between current and the magnetic field produced by it. And this is the statement. Ampere's circuitry law. It states that the line integral of the magnetic field around any closed path is equal to mu0 times in the current enclosed by the path. It states that the line integral of the magnetic field around any closed path is equal to mu0 times the current enclosed by the path. അപ്പോൾ ഒരു പാത്ത് നമ്മൾ വിചാരിച്ചിരിക്കുക, ഒരു കണ്ടക്ടർ ഒരു പാത്ത് കാണുന്ന പോലെ ക്ലോസ്ഡ് പാത്ത് വിചാരിച്ചിരിക്കുക. ആ ക്ലോസ്ഡ് പാത്തിൽ നമ്മൾ ഒരു എലമെൻറ്റ് ഇവിടെയോ അവിടെയോ എടുക്കാം, മുകളിൽ എടുക്കാം, ഡി എൽ എടുത്താൽ അപ്പോൾ ഇതൊരു കറണ്ട് എൻക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് എൻക്ലോസ് ചെയ്താൽ ഇവിടെ ലൈൻ ഇൻറ്റർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദി ക്ലോസ്ഡ് പാത്ത്, ഈ ക്ലോസ്ഡ് പാത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻറ്റഗ്രൽ അത് ഈ പാത്തിനകത്ത് എൻക്ലോസ് ചെയ്യുന്ന കറണ്ടിനെ കറണ്ടിനെ mu0 കൊണ്ട് ഗുണിക്കുന്ന തുല്യമാണ്. അതായത് ലൈൻ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസുകൾ mu0 I എന്ന് പറയും. ഇവിടെ നോക്കി എങ്ങനെയാണ് ലൈൻ ഇൻറ്റഗ്രൽ ആണെന്ന് നോക്കി. ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു പാത്തുണ്ടെങ്കിൽ ആ പാത്തിലെ ചെറിയ എലമെൻറ്റ് ഡി എൽ എടുക്കും. അതിരിക്കുന്ന ഫീൽഡ് ബി ആണെങ്കിൽ നമ്മൾ ബി ഡോട്ട് ഡി എൽ എടുക്കും. ബി ഡോട്ട് ഡി എൽ എന്ന് വെച്ചാൽ ബി ഡി എൽ കോസ് തീറ്റ. ആ തീറ്റയാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ആ ലൈനും നോർമലും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ലൈൻ വിചാരിച്ചാൽ ആ ലൈൻ ഇരിക്കുന്നത് ഒരു കണ്ടക്ടർ വിചാരിച്ചാലും മതി, അതിരിക്കുന്നത് ഒരു ബി ഫീൽഡിലാണെങ്കിൽ ലൈൻ സെഗ്മെൻറ്റ് ഡി എൽ ആണെങ്കിൽ ബി ഡോട്ട് ഡി എൽ എടുക്കും, ഡോട്ട് പ്രൊഡക്റ്റ്. എന്നിട്ട് കംപ്ലീറ്റ് ലൈനിന് ക്ലോസ്ഡ് പാത്തിന് നമ്മളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അതിനാണ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അത് ഈ പാത്തിനുള്ള അകത്ത് എത്ര മാത്രം കറണ്ട് ഉണ്ട് ഐ ഉണ്ടെങ്കിൽ ആ ഐയെ mu0 കൊണ്ട് ഗുണിക്കുന്ന തുല്യമാണ്. ലൈൻ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് mu0 I. The law states that the line integral of the magnetic field around any closed path is equal to mu0 times the current enclosed by the path. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഒന്നുകൂടി ഇവിടുത്തെ ആ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. കൺസിഡർ ആൻ എലമെന്റ് ഓഫ് ലെങ്ത് ഡി എൽ. ആ പടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പടം നോക്കാവുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് റിവേഴ്സ് പോയി നോക്കാവുന്നേ ഉള്ളൂ. കൺസിഡർ ആൻ എലമെന്റ് ഓഫ് ലെങ്ത് ഡി എൽ ഓഫ് ദി പാത്ത്. ലെറ്റ് ബി വെക്ടറാണ്, അതുകൊണ്ടാണ് അങ്ങനെ ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്നത്. ലെറ്റ് ബി ബി ദി മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഹൂസ് ഡയറക്ഷൻ ഈ സച്ച് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഡയറക്ഷൻ ഓഫ് ദി എലമെന്റ്. ദ ലൈൻ ഇൻറ്റഗ്രൽ ഫോർ ദി എലമെന്റ് ഈസ് ബി കോസ് തീറ്റ ഡി എൽ, ദാറ്റ് ഈസ് ബി ഡോട്ട് ഡി എൽ. ഇൻ വെക്ടർ ഫോം ദ ലൈൻ ഇൻറ്റഗ്രൽ ഫോർ ദി എലമെന്റ് ഈസ് ബി ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ബി ആൻഡ് ഡി എൽ. ഇപ്പോൾ ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്നത് വെക്ടറാണ്. നമ്മൾ എഴുതുമ്പോൾ ബി ബാർ ഡി എൽ ബാർ എന്ന് എഴുതണം. The line integral for the closed path, the complete path, that is line integral b dot dl. Line integral b dot dl, integral over l, l വേണം താഴെ ഇടാം, b dot dl. That is equal to mu0 I.
The line integral of the closed path equal to integral b0 b dot dl. That is mu 0 I, where I, small I is written here. Small I is the current, strength of the current enclosed by the path. The theorem is line integral over L, or L integral over L b dot dl. B and d are vectors. There is a dot. Line integral b dot dl is equal to mu 0 I. That's the theorem. So when this Ampere's law is asked, if you write an equation, this equation, integral over L b dot dl, both are vectors, equal to mu 0 I. In the RHS, mu 0 and I are scalars. In the LHS, b and dl are vectors. When a dot product is taken, we get a scalar quantity. Now applications. We have to study 3 applications. One is application due to field due to a straight conductor. Other is the field due to a toroid, and the third is the field flux density due to a long straight solenoid. This is the magnetic flux or a field due to a long straight conductor carrying current. Consider a long straight conductor. Consider a long straight conductor carrying current of strength small I. The magnetic field lines in a plane perpendicular to the conductor are concentric circles. Consider one circular field. അപ്പോൾ നമ്മളിവിടെ പടത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ സ്ട്രൈറ്റ് കണ്ടക്ടറാണ് കൊടുത്തിരിക്കുന്നത്. ആ സ്ട്രൈറ്റ് കണ്ടക്ടറിൻ്റെ സമീപത്ത് ആറുകളെ പോയിന്റ് പി എടുത്താൽ അവിടെയുള്ള ഫ്ലക്സ് ഡെൻസിറ്റി ബി കാരണം കണ്ടക്ടറിനകത്തൂടെ പോകുന്ന കറണ്ട് ഐ ആണ്. ഐ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രേറ്റ് കണ്ടക്ടർ ഐ കറണ്ട് പാസ് ചെയ്യുന്നു. സെൻറ്ററിൽ നിന്ന് ആറകലെ ഒരു പോയിന്റാണ് പി. പിയിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ആംപിയർ സർക്യൂട്ടിലും അപ്ലൈ ചെയ്യും. At any point on the curve, the magnetic field intensity B is the same, and it is given and it acts tangential to the path according to Ampere's circuital theorem. We repeat the theorem. Integral over L or closed integral, you can write a closed integral, or integral over L b dot dl is mu 0 I. We can take a b outside the side. B integral over L dl is mu 0 I. ഈ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആ ക്ലോസ് ടു പാത്തിൻ്റെ നീളമാണ്, ക്ലോസ് ടു പാത്തിൻ്റെ ചുറ്റളവാണ് ഇന്റഗ്രൽ ഡി എൽ. ഇന്റഗ്രൽ ഓവർ എൽ ഡി എൽ അത് 2πr ആണ്, സർക്കിളിൻ്റെ സർക്കിൾഫറൻസ്. b into 2πr is mu 0 I, or b is mu 0 by 2πr. That is the flux density produced by a straight conductor carrying current. Now what is coming is field, second application, a magnetic field due to a toroid. ഈ ടൊറോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ സോളിനോയിഡ് ആണ്. ഒരു സോളിനോയിഡ് ഇങ്ങനെ വളച്ചതുപോലെ വെച്ച് കഴിഞ്ഞാൽ ടൊറോയിഡ് എന്ന് പറയും. ആ ടൊറോയിഡ് ഫീൽഡ് എത്ര ആണ് ചോദ്യം. അപ്പോൾ ഈ ടൊറോയിഡിനകത്തോട് കറണ്ട് പാസ് ചെയ്യുക. ബട്ട് അതിൻ്റെ റേഡിയസ്, ആ ടൊറോയിഡിൻ്റെ റേഡിയസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എ ആണ്. അപ്പോൾ ടൊറോയിഡ് എത്രമാത്രം ഫീൽഡ് ആ കോയിലിനകത്ത് ഉണ്ടാക്കും എന്നാണ് പറയേണ്ടത്. ഈ ടൊറോയിഡ് സോളിനോയിഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സ്ട്രേറ്റ് സോളിനോയിഡ് bent in the form of circle so that its ends join together. Let A be the mean radius, small radius. Let A be the mean radius of the toroid and n number of turns per unit length of the toroid. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എന്ന് പറഞ്ഞാൽ n ടൊറോയിഡിൻ്റെ ആകെ ടേൺസ് അല്ല, 1 മീറ്ററിലെ യൂണിറ്റ് ലെങ്തിലെ ടേൺസ് ആണ്. Let I be the current flowing through the coil. We choose a path shown by the dotted line. ആ പടത്തിൽ ആ കോയിൽ നടുക്കൂടി ഒരു ഡോട്ടഡ് ലൈൻ സർക്കിൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഒരു ഡോട്ടഡ് ലൈൻ സർക്കിൾ. അതാണ് ക്ലോസ് ടു പാത്ത്. We choose a path shown by the dotted line over which we can say symmetry. The magnetic field B is uniform and tangential to the path. Magnetic field uniform ആണ്,
ആ പാത്തിന് ടാൻജൻഷ്യലാണ്. ആ ഡോട്ടഡ് ലൈനിൽ അവിടെയാണ് ഫീൽഡ് കാണുന്നത്. ആ സോളിനോട് അകത്താണ് ഡോട്ടഡ് ലൈൻ വരച്ചിരിക്കുന്നത്. ദി ലെങ്ത് ഓഫ് ദി സോളിനോയിഡ് 2π. നമുക്കറിയാം സോളിനോയിഡ് സർക്കുലറാണ്. അതിൻ്റെ ചുറ്റളവ് 2π ആണ്. ടോട്ടൽ കറണ്ട് ത്രെഡിങ് ദ പാത്ത്. അപ്പോൾ ആ പാത്ത് വിചാരിക്കുമ്പോൾ ഒരു ടേണിനകത്ത് പോകുന്ന കറണ്ട് I ആണ് കേട്ടോ. നമ്മൾ മൊത്തം നീളം 2π ആണ്. n നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ ആണ്. n നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ. അപ്പോൾ മൊത്തം നീളത്തിൽ ആകെ ടേൺസ് 2πn. നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ n ആണ്. മൊത്തം നീളം 2π ആണ്. അപ്പോൾ ആകെ ടേൺസ് അവിടെ വരുന്നത് 2πan. ഒരെണ്ണത്തിനകത്തുള്ള കറണ്ടാണ് I. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് പാത്ത് വിചാരിക്കുമ്പോൾ ആ ക്ലോസ്ഡ് പാത്തിലെ മൊത്തം കറണ്ട് 2πani വരും. ടോട്ടൽ കറണ്ട് ത്രെഡിങ് ഇൻ ദ പാത്ത് 2πani. സിൻസ് അതിൽ കാറുകൾ പറഞ്ഞിട്ടുണ്ട്. സിൻസ് ഈച്ച് ടേൺ carries a current in the same direction by amperes. Now we apply Ampere's circuit law. By Ampere's circuit theorem or law, the line integral of the current path, circular path, is equal to line integral b dot dl is equal to b into 2πa. b into 2πa is a line integral. That is mu square I. Here I is 2π. mu square I is 2πani. We have written the current threading through the solenoid path 2πani. So here you look, line below dl is equal to b into 2πa is mu square into 2πani. And from this equation 2πa cancels on either side. So when we read the remaining, b is equal to mu 0 ni. And this is the flux density produced by a toroidal solenoid. Toroid എന്ന് പറഞ്ഞാൽ സർക്കുലർ സോളിനോയിഡ്. അപ്പോൾ ഇക്വേഷനകത്ത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ ആണ്. I എന്ന് പറഞ്ഞാൽ ഓരോ ടേണിലെയും കറണ്ടാണ്. ഇനി നമുക്ക് പറയേണ്ടത് മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് ബി ഡ്യൂ ടു എ ലോങ് സോളിനോയിഡ്. അപ്പോൾ ഒരു ലോങ് സോളിനാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ ഇക്വേഷൻ കിട്ടുന്നത് mu 0 ni. mu 0 ni ആ മുമ്പത്തെ റിലേഷൻ തന്നെ കിട്ടും ഇവിടെ. mu 0 ni. അപ്പം അത് സ്ട്രൈറ്റ് സോളിനോയിഡാണ്. ആ മുകളിൽ കാണുന്ന പടം അതിൻ്റെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി താഴെ വരച്ചിരിക്കുകയാണ്. XY ആക്സിസ് ആ സോളിനോട് കാണിച്ചിരിക്കുന്നു. പി ഒരു പോയിന്റ് എടുത്തിരിക്കുന്നു. പിയിലെ ഫീൽഡാണ് കാണേണ്ടത്. അവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് ABCDA വരച്ചിരിക്കുകയാണ്. ആ BC ദൂരം അല്ലെങ്കിൽ AD ദൂരം H ആണ്. ഇവിടെ സ്മോൾ n നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ ആണ്. അപ്പോൾ H ദൂരത്ത് നമുക്കുള്ളത് H into NH ടേൺസ് ആണ്. ഓരോ ടേൺ I കറണ്ട് ഉണ്ടെങ്കിൽ ആ H ദൂരത്തുള്ള കറണ്ട് NHI ആയിരിക്കും. NHI. അപ്പോൾ ഈ പടത്തെക്കുറിച്ചൊന്ന് വായിച്ചു നോക്കാം. Let xy be the axis of the solenoid and P is a point on the axis. You read carefully. You note carefully. P is a point on the axis. Let there be n turns per meter. ഇവിടെ സ്മോൾ n turns per meter ആണ്. Up the solenoid. Take a closed path ABCD. ഞാൻ പറഞ്ഞല്ലോ ABCD കാര്യം ആ പറഞ്ഞോളൂ, മാർക്ക് ചെയ്തു. ABCD are shown in figure. Path AD is along the axis. AB and CD perpendicular. You note perpendicular to the axis, and BC is outside it. We can go back to the figure and understand. Here ABCDA is the closed path. AB and CD are perpendicular to the axis of the solenoid. AD is inside, BC is outside. And when we calculate the line integral,
outside BC, along BC, there is no line integral because at that point the field is 0. And for AB and CD, also line integral is 0 because field is perpendicular to the lines AB and CD. When field is perpendicular, we write B dot dl. B dl cos theta, cos 90. Cos 90 is 0. So only there is a field line integral along AD. That we say. ആ പടം കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. A close to path ABCD as shown in figure. Path AD is along the axis. അതിനകത്തുള്ളതാണ്. AB and CD are perpendicular to the axis and BC is outside it. BC പുറത്തു പോവാം. Therefore, total line integral of the integral for the close to path ABCD is. ഇപ്പോൾ ടോട്ടൽ ലൈൻ ഇൻ്റഗ്രലിനെ നമ്മൾ 4 ടേമായിട്ട് ഭാഗിച്ചെഴുതും. ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ബി സി ഡി ബി ഡോട്ട് ഡി എൽ. മൊത്തം ആ ക്ലോസ് ടു പാത്തിനെ പറയാണ്. ഇൻ്റഗ്രൽ എ ബി സി ഡി ബി ഡോട്ട് ഡി എൽ അത് 4 ടേമായിട്ട് എഴുതും. ഇൻ്റഗ്രൽ എ ബി ബി ഡോട്ട് ഡി എൽ പ്ലസ് ഇൻ്റഗ്രൽ ബി സി ബി ഡോട്ട് ഡി എൽ പ്ലസ് ഇൻ്റഗ്രൽ സി ഡി ബി ഡോട്ട് ഡി എൽ എല്ലാം വെക്ടറായിട്ടോ. ബി ഡി എൽ എല്ലാം വെക്ടർ കാണിച്ചോളാം. പ്ലസ് ഇൻ്റഗ്രൽ ഡി എ ബി ഡോട്ട് ഡി എൽ. ആ ആദ്യ 3 ടേമുകൾ പൂജ്യമാകും. കാരണം എ ബി സി ഡി പെർപെൻഡിക്കുലർ ഫീൽഡാണ്, ബി സി ഔട്ട്സൈഡാണ്. അപ്പോൾ അത് 3 0 ആകുന്നു പറയും. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 0 ആകുന്ന കാര്യം എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. In this equation, integral first and third are 0. ഒന്നാമത്തെ മൂന്നാമത്തെ RHS 4 ഇന്റഗ്രൽ ഉണ്ട്. RHSൽ ഒന്നാമത്തെ മൂന്നാമത്തെ ആർ 0 ബിക്കോസ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ഫീൽഡ് വെക്റ്റർ ബി ഡോട്ട് ഡി എൽ ബി ഡി എൽ കോസ് 90. അതുകൊണ്ട് 0 കോസ് 90 0 ആകുന്നുണ്ടാണ്. The second integral is also 0 as the line BC is outside the solenoid. ഔട്ട്സൈഡ് ബി സി സോളിനോയിഡ് പുറത്താണ്. പുറത്ത് സോളിനോയിഡ് ഫീൽഡ് ഉണ്ടാക്കുന്നില്ല. അപ്പം ബി 0 ആണ്. അതുകൊണ്ട് ബി ഡോട്ട് ഡി എൽ 0 ആണ്. Therefore ഫീൽഡ് അതിന് കാരണമാണ് പറയുന്നത് ഫീൽഡ് ഔട്ട്സൈഡ് സോളിനോയിഡ് ഇസ് 0. അപ്പോൾ only one term is remaining, that is last term, integral dA. So line integral b dot dl is integral dA b dot dl. That is b into integral dl. Integral dl is h. ആ ഡിയുടെ നീളം h ആണെന്ന് നമ്മൾ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. നോക്കിയേ, ഡി എയുടെ നീളം കണ്ടോ, ഡി എയുടെ നീളം h ആണെന്ന് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതാ കാണുന്ന പടത്തിൽ അത് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ഡി എ ടേം മാത്രമേ ഉള്ളൂ ഈ ലൈൻ ഇൻ്റഗ്രൽ. ബാക്കി എല്ലാം 0 ആയി പോകും. അത് ബി ഇൻറ്റു എച്ച് ആണ്. ആംബിയർ സർക്യൂലർ തിയറം ഈസ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് മ്യൂസറോ എൻ എച്ച് ആയി. അപ്പോൾ ഈ ആ എച്ച് ലെങ്തിൽ എൻ വയേഴ്സ് കാണും. അപ്പോൾ അവിടെ എൻ എച്ച് ടേൺസ് കാണും. മൊത്തം കറണ്ട് എൻ എച്ച് ഐ വരും. കാരണം ആ ഈസ് എൻ എച്ച് ഐ നോക്കി അപ്പുറം ഇപ്പുറം നമ്മൾ ആയിട്ടിരിക്കുന്ന ആ രണ്ടും ഡിഫറെൻ്റ് ആയാണ് കേട്ടോ. ഐ എസ് എൻ എച്ച് എന്ന് ഇരിക്കഴിഞ്ഞാൽ ഐ നമ്മുടെ ഈ ക്യാപിറ്റൽ നമ്മുടെ ഫോർമുലയിലെ കറണ്ടാണ്. ആംബിയേഴ്സ് സർക്യൂട്ട് തീരുന്ന കറണ്ടാണ്. ഇപ്പോൾ ഈ എൻ എച്ച് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഐ എന്ന് പറയുന്നത് പിന്നെ ഈ സോളിനോയിഡിലെ ഒരു ടേണിലെ കറണ്ടാണ്. ആ അർത്ഥമാണ്. അപ്പോൾ ഈ ടോട്ടൽ കറണ്ട് അപ്പോൾ കൺഫ്യൂഷൻ പിന്നെ മാറ്റാനായിട്ട് നമുക്ക് ഐ എസ് എൻ എച്ച് ഐയിൽ ആദ്യ ടേമിന് ഐ ടി എന്ന് കൊടുത്തു. ഐ ടി ടോട്ടൽ എൻ എച്ച് ഐ ടി ആണ് ഇവിടെ എഴുതേണ്ടത്. μ0 IT അത് എൻ എച്ച് ഐ. കാര്യം മനസ്സിലാക്കിയാണ്. നമ്മൾ ഈ സർക്യൂട്ട് തീരം പറയുമ്പോൾ ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് μ0 I എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ടാണ്. ടോട്ടൽ കറണ്ട് എൻ എച്ച് ഐ ആണ്. അതുകൊണ്ടാണ് ഇവിടെ RHSL μ0 എൻ എച്ച് ഐ എന്ന് കൊടുത്തത്. മറ്റേത് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ആണ്. അത് ബി എച്ച് ആണല്ലോ, ബി ഇൻറ്റു എച്ച് ആണ്. സോ ബി ഇൻറ്റു എച്ച് ഈസ് μ0 എൻ എച്ച് ആയി. എച്ച് വെട്ടിപ്പോയിട്ട് നമുക്ക് കിട്ടും ബി ഇസ് μ0 എൻ ആയി. ടൊറോയിഡൽ സോളിനോയിഡിൻ്റെ അതേ ഇക്വേഷൻ തന്നെയാണ് ഈ ലോങ് സ്ട്രൈറ്റ് സോളിനോയിഡിന് കിട്ടുന്നത്. ദ റിലേഷൻ ഫോർ ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ടൊറോയിഡ് ആൻഡ് ലോങ് സ്ട്രൈറ്റ് സോളിനോയിഡ് ആർ സെയിം. ദ റിലേഷൻസ് ആർ സെയിം. ബി ഇസ് μ0 എൻ ആയി, where n is the number of turns per meter and I is the current through each turn.
And these are two questions. First question is a short answer question, 2-mark question. State and explain ambient circuit law. The second question is an essay type question, 15-mark question. State ambient circuit law and apply it to find the field due to one straight conductor, two toroid, and three long solenoid. That is all with your 30-second lecture on electrodynamics. Thank you very much.